ഹായ്, നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു കാർ പോർച്ചിലേക്ക് വണ്ടി എങ്ങനെ കയറ്റിയിടാം. അപ്പോൾ പലരും എന്നെ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഡ്രൈവിംഗ് പുതുതായിട്ട് പഠിച്ചവർക്കും അതുപോലെ തന്നെ അറിയാൻ വയ്യാത്തവരും അവർക്ക് വേണ്ടിയുള്ളതാണിത്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഓക്കെ. ഇപ്പോൾ പലർക്കും പേടിയാണ്, കാർ പോർച്ചിലേക്ക് വണ്ടി കയറ്റിയിടുമ്പോൾ സൈഡ് ഉരയുമോ, അതോ വണ്ടിയുടെ പെയിൻറ്റ് പോവുമോ, മതിൽ പൊളിയുമോ എന്നൊക്കെ പേടിയാണ്. പിന്നെ അതേപോലെ തന്നെ തിരിക്കുന്നതിലും ഒരുപാട് പേർക്ക് കൺഫ്യൂഷനുണ്ട്. ഇപ്പം റൈറ്റ് സൈഡിലാണ് കാർ പോർച്ച് അതെങ്കിൽ ചിലർ ലെഫ്റ്റ് സൈഡ് മാത്രം നോക്കിയിട്ട് ഓപ്പോസിറ്റൊക്കെ തിരിക്കും. പിന്നെ അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡാണ് പോർച്ചെങ്കിൽ ചിലർ അത് നോക്കിയിട്ട് അത് ഓപ്പോസിറ്റ് തിരിക്കുമ്പോൾ നമ്മളെ പോർച്ചിലേക്ക് കയറത്തില്ല. അപ്പോൾ മറ്റുള്ള ഭാഗത്തേക്കായിരിക്കും വണ്ടി പോകുന്നത്. അപ്പം അങ്ങനെയുള്ളവർക്ക് മാത്രമുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. അപ്പോൾ ഈ കാർ പോർച്ചിലേക്ക് വണ്ടി കയറ്റി ഇടണമെന്നുണ്ടെങ്കിൽ നമ്മൾ മെയിനായിട്ടൊന്ന് ടി എടുത്ത് പഠിക്കണം. ഇപ്പോൾ നിങ്ങൾ എച്ച് ആയിരിക്കും എടുത്തിട്ടുള്ളത്, എച്ച് ആണ് പഠിച്ചിട്ടുള്ളതും. ഇപ്പോൾ എച്ച് പാസ്സായതുകൊണ്ടാണ് നിങ്ങൾക്ക് ലൈസൻസൊക്കെ കിട്ടിയത്. റോഡ് ടെസ്റ്റൊക്കെ നന്നായിട്ട് ഓടിച്ചത് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് ലൈസൻസ് കിട്ടിയിട്ടുള്ളത് തന്നെ. ഇപ്പോഴത്തെ സ്ട്രിക്റ്റ് അനുസരിച്ച് നല്ല രീതിയിൽ ഡ്രൈവ് ചെയ്താൽ മാത്രമേ, അതേപോലെ തന്നെ നല്ല രീതിയിൽ റോഡ് ടെസ്റ്റ് ഓടിച്ചാൽ മാത്രമേ, എച്ചൊക്കെ എടുത്താൽ മാത്രമേ പാസ്സാകത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ MVDAക്ക് നല്ലൊരു സല്യൂട്ട് കൊടുക്കുന്നു. പിന്നെ അതേപോലെ തന്നെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടി എടുത്ത് പഠിക്കണമെന്ന് ഞാൻ പറഞ്ഞു. അത് പലരും എടുത്തിട്ടുണ്ടാവില്ല, ചില ആശാന്മാർ പഠിപ്പിച്ചിട്ടുണ്ടാവും. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം, നിങ്ങളതൊന്ന് നോക്കുക. ഓക്കെ. ഇപ്പോൾ ടി എടുക്കേണ്ട രീതി എന്ന് പറഞ്ഞാൽ ഇതിപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം. ഇത് ഒരു റോഡാണ്, ഇല്ലെങ്കിൽ ഒരു ഇടക റോഡാണ് എന്ന് സങ്കല്പിക്കുക. ഇതിപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്കുള്ള വഴിയാണ്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഗേറ്റ് തുറന്ന് കിടക്കുക. ഇത് നിങ്ങളുടെ വീടാണ്. ഓക്കെ. ഇപ്പോൾ നിങ്ങൾ വണ്ടി റോഡിൽ പോയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഗേറ്റ് ഇപ്പോൾ തുറന്ന് കിടക്കുകയാണ് നിങ്ങളുടെ വീട്ടിലെ. അപ്പോൾ നിങ്ങളിപ്പോൾ റോഡിൽ കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് വന്ന് വളച്ച് വീട്ടിലേക്ക് കയറ്റിയിട്ട്, ഇപ്പോൾ വണ്ടിയുടെ ഫ്രണ്ട് ഇപ്പോൾ വീടിനെ ഫേസ് ചെയ്ത് കിടക്കുകയായിരിക്കും അല്ലേ. ഇപ്പോൾ കോമ്പൗണ്ടുള്ള ഒരു കുഴപ്പമില്ല, എങ്ങനെ കൊണ്ട് കയറ്റിയിട്ടാലും നമുക്ക് വളച്ച് എടുത്തുകൊണ്ട് പോകാൻ സാധിക്കും. ഇപ്പോൾ ഒരു കാർ മാത്രം കയറി കിടക്കുന്നൊരു വീടാണെങ്കിൽ, ഇല്ല ഒരു പോർച്ചാണെങ്കിൽ, ഇനി നിങ്ങൾക്ക് തിരിച്ചു പോകുമ്പോൾ റിവേഴ്സ് ഇട്ട് ബാക്ക് എടുത്ത് പോകേണ്ടതായിട്ട് വരും. ഇപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഓടി വന്ന വണ്ടി ഇങ്ങോട്ട് ഫേസ് ചെയ്യാതെ ഗേറ്റിനെ ഫേസ് ചെയ്ത്, അതായത് റോഡിനെ ഫേസ് ചെയ്ത് എങ്ങനെ പാർക്ക് ചെയ്യാം, അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരുന്നത്. ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. ഇപ്പോൾ ഇവിടെ നിന്ന് വന്ന വണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, ഇവിടെ നിന്ന് നേരെ ഓടിച്ച് ഇപ്പുറത്തേക്ക് ഒതുക്കി നിർത്തുക. ഇപ്പുറത്തെ സൈഡിലേക്ക് നിർത്തിയതിന് ശേഷം ആദ്യം നോക്കേണ്ടത് നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കണം. ഇപ്പോൾ നിങ്ങളുടെ കാർ പോർച്ച് ഇല്ലെങ്കിൽ നിങ്ങളുടെ ഗേറ്റ് തുറന്ന് കിടക്കുന്നത് റൈറ്റ് സൈഡാണ് അല്ലേ. അപ്പോൾ ആദ്യം നോക്കേണ്ടത് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കണം. അപ്പോൾ ലെഫ്റ്റിൽ വണ്ടിയോ എന്തെങ്കിലും ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിലേക്ക് ഇറങ്ങി വരുമ്പോൾ ആ സൈഡ് ഫ്രണ്ട് വന്ന് ഇവിടെ വന്ന് തട്ടാതിരിക്കണമെങ്കിൽ ആദ്യം ലെഫ്റ്റ് മിറർ വഴി നിങ്ങളുടെ ഈ സൈഡ് നോക്കുക. അതിനുശേഷം നിങ്ങളെ പോർച്ച് സൈഡിലേക്ക് നോക്കുക. എന്നിട്ട് റിവേഴ്സ് ഗിയർ ഇട്ട് ക്ലച്ച് മാത്രം പതിയെ വിടാവുള്ളൂ. ഒരു കാരണവശാലും ആക്സിലറേറ്റർ കയറി ചവിട്ടേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ വല്ല കയറ്റവോ ചതുപ്പൊക്കെ ആണെങ്കിൽ ചെറുതായിട്ട് ആക്സിലറേറ്റർ കൊടുക്കുന്നുണ്ട്, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അമർത്തി അങ്ങ് ചവിട്ടരുത്. ക്ലച്ച് മാത്രം ഒന്ന് പതിയെ വിടുകയാണെങ്കിൽ വണ്ടി ബാക്കിലേക്ക് ഇറങ്ങി വരും. ഇറങ്ങി വരുന്ന ആ ടൈമിങ്ങിന് പതിയെ വളച്ച് റൈറ്റിലേക്കേ വളക്കാവുള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ എങ്ങോട്ടാണോ നോക്കുന്നത് അങ്ങോട്ട് വേണം തിരിക്കാൻ. ചിലരുണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കി ഇരുന്നുകൊണ്ട് ഓപ്പോസിറ്റ് തിരിക്കും, ചിലരുണ്ട് റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കൊണ്ട് ഓപ്പോസിറ്റ് തിരിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മൾ ഏത് സൈഡിലേക്കാണോ നോക്കുന്നത് ആ സൈഡിലേക്ക് വേണം തിരിക്കാൻ. ഇപ്പോൾ റൈറ്റ് സൈഡിലേക്കാണ് നോക്കുന്നത്, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മിററിലേക്ക് രണ്ട് സൈഡ് നോക്കണം. അതേപോലെ തന്നെ ബാക്ക് മിററും നോക്കിയിട്ട് വേണം ബാക്കിലേക്ക് ഇറങ്ങി വരാൻ. അപ്പോൾ നമ്മൾ നോക്കുന്നത് റൈറ്റ് സൈഡിലേക്കായിരിക്കും. വണ്ടി പതിയെ ക്ലച്ച് റിലീസ് ചെയ്യുമ്പം വിട്ട് കൊടുക്കുക. അപ്പോൾ ഇറങ്ങി വരും. ഇറങ്ങി വരുന്നതിനനുസരിച്ച് നിങ്ങൾ പോർച്ച് ഭാഗം, അതായത് മതിലിനോട് സൈഡ് ചേർന്ന് വരുമ്പോൾ നിങ്ങൾ തിരിച്ച് കൊടുത്ത് ബാക്കിലേക്ക് പതിയെ ഇറക്കി കൊണ്ടുവരിക. അപ്പോൾ എവിടെയാണോ നിർത്തേണ്ട സിറ്റുവേഷൻ എത്തുന്നത് അവിടെ എത്തുമ്പോൾ ബ്രേക്ക് ഔട്ട് നിർത്തുക. അപ്പോൾ അതേപോലെ തന്നെ ഇവിടെ നിന്നാണ് വരുന്നതെങ്കിൽ നിങ്ങൾ കുറച്ച് ഇപ്പുറത്തേക്ക് ഒതുക്കി നിർത്തുക വണ്ടി. അതേപോലെ തന്നെ റിവേഴ്സ് ഇട്ട് ആദ്യം നോക്കേണ്ടത് അന്നേരത്തേക്ക് റൈറ്റ് സൈഡായിരിക്കും നോക്കേണ്ടത് അല്ലേ. റൈറ്റ് സൈഡിൽ എന്തെങ്കിലും തടസ്സമുണ്ടോ നോക്കണം. അതിനുശേഷം നിങ്ങളുടെ പോർച്ച് ഭാഗം ഏതാണോ ആ ഭാഗത്തേക്ക് നോക്കുക. നോക്കിയതിന് ശേഷം നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ
റിവേഴ്സ് ഗിയറിട്ട് പതിയെ വിട്ടു കൊടുക്കുക. എന്നിട്ട് പതിയെ ഇറങ്ങി വരുമ്പോൾ ബാക്ക് ഇറങ്ങി വരുന്നതിനനുസരിച്ച് നിങ്ങൾ തിരിച്ച് പോർച്ചിലേക്ക് എത്തി വളച്ച് കൊണ്ടുവന്ന് നിർത്തുക. ഇപ്പോൾ നമ്മളെ വണ്ടി എങ്ങോട്ടായി? റോഡിനെ ഫേസ് ചെയ്ത് കിടക്കുകയായി അല്ലേ. അപ്പോൾ ഇതേപോലെ ഞാനിപ്പോൾ ഒരു ആർട്ടിസ്റ്റ് അല്ലാത്തത് കൊണ്ടാണ് വരയൊക്കെ ഇങ്ങനെ വളഞ്ഞൊക്കെ പോയത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഏത് ഭാഗത്തേക്കാണോ നിങ്ങൾ നോക്കുന്നത് ആ ഭാഗത്തേക്ക് തിരിക്കണം. ഓക്കെ, ഇപ്പോൾ റൈറ്റാണ് പോർച്ചെങ്കിൽ നിങ്ങൾ നോക്കുക, റൈറ്റിലേക്ക് തിരിക്കുക. അപ്പോൾ വണ്ടിയുടെ ബാക്കും റൈറ്റിലേക്ക് തിരിഞ്ഞ് വന്നോളും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ടീ എടുക്കേണ്ട രീതി എങ്ങനെയാണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ കാർ പോർച്ച് നമ്മുടേത് റൈറ്റ് സൈഡിലാണ് എന്ന് സങ്കല്പിക്കുകയാണ്. സങ്കല്പം മാത്രമേ, ഇതിപ്പോൾ ഗ്രൗണ്ടാണ്, ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടാണ്. അപ്പോൾ ടീ എടുക്കുന്ന രീതി ഞാനൊന്ന് കാണിച്ചു തരാം. അത് നല്ല മഴയുണ്ട്. ചെയ്യാൻ പോകുന്നത് റിവേഴ്സിലേക്ക് മോട്ടറാക്കിയിട്ട് റിവേഴ്സ് ഇടും. റിവേഴ്സ് ഇട്ടതിന് ശേഷം നമ്മൾ ആദ്യം നോക്കുന്നത് ലെഫ്റ്റ് സൈഡാണ്. ഈ മിറർ വഴി നമ്മൾ നോക്കിയതിന് ശേഷം ഇവിടെ വണ്ടിയൊന്നുമില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം നമ്മൾ റൈറ്റ് മിററിലേക്കാണ് നോക്കുന്നത്. മിററിലേക്ക് നോക്കിയതിന് ശേഷം ബ്രേക്കിൽ നിന്ന് കാല് മാറ്റിയിട്ട് ക്ലച്ച് പതിയെ വിട്ടു കൊടുക്കുകയാണ്. ക്ലച്ച് പതിയെ വിട്ടു കൊടുക്കുമ്പോൾ വണ്ടി നീങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്ക് നോക്കുക. എന്നിട്ട് പോർച്ച് ഭാഗം മതിൽ ഇപ്പോൾ അടുക്കാറായി എന്ന് സങ്കല്പിക്കുക. അതിനുശേഷം നമ്മൾ എങ്ങോട്ടാണോ നോക്കുന്നത് അങ്ങോട്ട് തിരിക്കണം. തിരിക്കുക, റൈറ്റിലേക്ക് തിരിച്ചേ കണ്ടോ. ഇപ്പോൾ റൈറ്റിലേക്ക് ഫുള്ള് തിരിക്കുന്നതിനുമ്പോൾ മതിലിനോട് ചേർന്ന്, അതൊരു സങ്കല്പം മാത്രമാണ് പറയുന്നത്, മതിലിനോട് ഇങ്ങനെ ചേർന്ന് ഇങ്ങനെ ഫുള്ളിങ്ങനെ വളഞ്ഞു വരും. വളഞ്ഞു വരുന്ന ആ സമയത്ത് അടുത്ത് തന്നെ നോക്കേണ്ടത് ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കണം. അതേപോലെ തന്നെ റിയർ ബാക്കിലേക്ക് നോക്കണം. ഇപ്പോൾ ലെഫ്റ്റിലേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ പോർച്ചിലേക്ക് ഇങ്ങനെ കയറുന്നതിനനുസരിച്ച് ഇപ്പോൾ ഈ തിരിച്ച് വെച്ചിരിക്കുന്നത് ഫുള്ള് റൈറ്റിലേക്കാണ് ഒടിച്ചിരിക്കുന്നത്. ഇനി നേരെ വരുമ്പോൾ ആ തിരിച്ച് വെച്ചത് ഓപ്പോസിറ്റ്, അതായത് ലെഫ്റ്റിലേക്ക് തിരിക്കുമ്പോൾ വണ്ടി ഇപ്പോൾ നേരെ എത്തി, നേരെ ബാക്കിലേക്ക് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മിററാണ് ഇതിനടുത്ത് നോക്കേണ്ടത്. 2 സൈഡും 3 സൈഡും നോക്കിക്കോണം. അപ്പം പോർച്ചിലേക്ക് കയറി സ്റ്റോപ്പ് ചെയ്യുക. ഇതേപോലെ വേണം ഒരു കാർ പോർച്ചിലേക്ക് വണ്ടി കയറ്റിയിടാൻ. അതേപോലെ തന്നെ ഇപ്പം റൈറ്റിലേക്ക് കൊണ്ട് നിർത്തിയതിന് ശേഷമാണ് നമ്മളിപ്പോൾ എടുത്തത്. ഇനി അതേപോലെ തന്നെ ലെഫ്റ്റിലേക്ക് നിർത്തിക്കഴിഞ്ഞാൽ എങ്ങനെ എടുക്കാം എന്നൂടെ ഒന്ന് നോക്കാം. പോട്ടെ, നേരെ പോട്ടെ. അപ്പോൾ ഇതിപ്പോൾ ടീ എടുക്കുകയാണ്. ടീയുടെ പകുതി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് കൂടെ തിരിച്ച് പോകുമ്പോഴാണ് ടീ പൂർണ്ണമാകുന്നത്. അപ്പോൾ ബുദ്ധിമുട്ടുള്ളവർ ഇതേപോലെ ഒന്ന് ടീ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാർ പോർച്ചിലേക്ക് വണ്ടി കയറ്റിയിടാവുന്നതാണ്. നേരെയാക്ക്, പെട്ടെന്ന് നേരെയാക്കി. ഇവിടെ ബ്രേക്ക് എവിടെ നിർത്ത്. ഇനി ന്യൂട്രലാക്കിയിട്ട് റിവേഴ്സിലേക്കിട്ടെ. ഓക്കെ, ഇനി ആദ്യം നോക്കുന്നത് നമ്മുടെ കാർ പോർച്ച് സൈഡ് ഏതാണ് ആ ഭാഗത്തേക്കൊന്ന് നോക്കുക. അതിനുശേഷം നമ്മൾ റൈറ്റ് സൈഡ് അവിടെ എന്തെങ്കിലും തടസ്സം ഉണ്ടോ എന്ന് നോക്കുക. അതിനുശേഷം ബാക്കിലേക്ക് നോക്കിയതിന് ശേഷം ക്ലച്ച് മാത്രം പതിയെ വിട്ടു കൊടുക്കുക. ഇനി ലെഫ്റ്റ് സൈഡ് നോക്കിയിരിക്കുക. ഇപ്പോൾ എന്തായാലും പോർച്ച് അടുക്കാറായി. സങ്കല്പിച്ചോ, എന്നിട്ട് തിരിക്കുക. നല്ലപോലെ അങ്ങോട്ട് ലെഫ്റ്റിലേക്ക് അങ്ങോട്ട് പിടിച്ചേ. നല്ലപോലെ അങ്ങോട്ട് തിരിച്ചോ, ഫുൾ ഒടിച്ച് തീർത്ത് പിടിക്കുക. ഇപ്പം നമ്മളെ പോർച്ചിലേക്ക് ഉദ്ദേശം കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഒരു അടയാളം വെച്ചിരിക്കുന്നത് നമ്മുടെ TVS സ്കൂട്ടിയാണ്. ഇനി നേരെ വരുമ്പോൾ ഈ തിരിച്ച് വെച്ചിരിക്കുന്നത് നേരെയാക്കുക. ഇപ്പോൾ വണ്ടി നേരെയായി. ഇപ്പോൾ പോർച്ചിലേക്ക് കയറി വരുമ്പോൾ ഇവിടെയും കൂടെ നോക്കുക. ചുറ്റിനും നോക്കിക്കണം. അപ്പം 3 മിററുണ്ട്, 3 സൈഡ് നോക്കണം. പണ്ട് നേരെ മാത്രം നോക്കിയാൽ മതി എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ചുറ്റിനും നോക്കിയാൽ മാത്രമേ നമുക്കൊരു വണ്ടി റോഡിൽ ഓടിക്കാൻ പോലും പറ്റുള്ളൂ. അപ്പോൾ അതേപോലെ സിറ്റുവേഷനായി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്.